അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. തസ്ഹീർ ഫിഖ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥമടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഫിഖ് പഠന പരമ്പരയിൽ കിതാബുസ്സലാ നിസ്കാരം എന്ന ഭാഗത്ത് ശുറൂത്തുസ്സലാ നിസ്കാരത്തെ ഷർത്തുകൾ എന്ന ബാബാണ്, അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിസ്കാരത്തെ 3 ഷർത്തുകൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു. സമയമാവൽ, അതുപോലെ ശുദ്ധീകരണം, പിന്നെ സത്രുൽ ഔറ ഔറത്ത് മടക്കൽ എന്നീ 3 കാര്യങ്ങൾ പഠിച്ചു. 1478 മസ്അലകളാണ് നമ്മൾ ഇതുവരെ ഇതിൽ പഠിച്ചത്. ഇനി അൽ ഫസ്ലു സാമിൻ അശ്ശർത്തുർ റാബിഅ, അൽ ഫസ്ലു സാമിൻ 8ാമത്തെ ഉപാധ്യായമാണ്. ഒരു അധ്യായത്തിന് കീഴിൽ വരുന്ന സബ് ഹെഡിങ്ങൾ, ഉപാധ്യായങ്ങൾ, അതാണ് ഫസ്ൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന. ബോർഡിൽ എഴുതി പഠിപ്പിച്ച കാര്യമാണ് അത്. അശ്ശർത്തുർ റാബിഉ 4ാമത്തെ നിബന്ധന ത്വഹാറത്തു ബദനിൽ മുസല്ലി മിനൻ നജാസത്തി, നിസ്കരിക്കുന്നവൻ്റെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയാവുക. പല പണ്ഡിതന്മാരും പല രൂപത്തിലാണ്. ചിലർ ഇത് പ്രത്യേകം എണ്ണാതെ ത്വഹാറത്ത് എന്നതിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞവരുണ്ട്. ശുദ്ധിയാവുക എന്നതിൽ തന്നെ ശരീരവും വസ്ത്രവും സ്ഥലവും എല്ലാം ശുദ്ധിയാവുക, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നതാണ് ഒന്നിച്ചവിടെ പരാമർശിച്ചു പോയത്. നമ്മൾ ഈ കിതാബിൽ ത്വഹാറത്ത് പറഞ്ഞപ്പോൾ അശുദ്ധി എന്നുള്ള ത്വഹാറത്താണ് പറഞ്ഞത്. അശുദ്ധി എന്നുള്ള 2 ത്വഹാറത്ത്, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയുമുള്ള ത്വഹാറത്തുകളാണ് അവിടെ നമ്മൾ സംസാരിച്ചത്. ഇവിടെ ശരീരം ശുദ്ധിയാവുക എന്നത് അദ്ദേഹം വേറെ ഷർത്തായും വസ്ത്രം ശുദ്ധിയാവൽ ഇനി മറ്റൊന്നായും സ്ഥലം ശുദ്ധിയാവൽ വേറൊന്നായുമാണ് നമ്മുടെ രചയിതാവ് എണ്ണുന്നത്. അപ്പം എണ്ണം എത്രയും ആവാം, കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ത്വഹാറത്തു ബദനിൽ മുസല്ലി മിനൻ നജാസത്തി, നിസ്കരിക്കുന്നവരുടെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയാവുക, അതാണ് 4ാമത്തെ ഷർത്തായി അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 1479ാമത്തെ മസ്അല യജിബു അലൽ മുസല്ലി അൻ യകൂന ബദനുഹു ത്വാഹിറാ. യജിബു അലൽ മുസല്ലി, നിസ്കരിക്കുന്നവന് വാജിബാണ്, നിർബന്ധമാണ്. അൻ യകൂന ബദനുഹു ത്വാഹിറാ, അവൻ്റെ ശരീരം ശുദ്ധിയാവൽ നിസ്കരിക്കുന്നവന് നിർബന്ധമാകുന്നു. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ഇബ്നു അബ്ബാസിൻ ഖാല, നിസ്കരിക്കുന്ന ശരീരം ശുദ്ധിയാവണം. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരി ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിന് തെളിവ്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അതെന്താണ്? മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബ്റൈനി, നമുക്കെല്ലാം അറിയാവുന്ന ഹദീസാണ്. മർറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. ബിഖബ്റൈനി, 2 ഖബറുകൾക്കരികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅല്ലബാനി, ഇന്നഹുമാ, തീർച്ചയായും ഇവർ 2 പേരും, അവ ഈ ഖബറിലുള്ള 2 പേരും ലയുഅല്ലബാനി, അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്നാൽ വമാ യുഅല്ലബാനി ഫീ കബീർ, വമാ യുഅല്ലബാനി, അവർ 2 പേരും ശിക്ഷിക്കപ്പെടുന്നില്ല ഫീ കബീരിൻ, ഒരു വലിയ കാര്യം ചെയ്തതല്ല,
അവർ ശിക്ഷിക്കപ്പെടുന്നത്. അഥവാ അവരുടെ വിശ്വാസത്തിൽ അതത്ര വലിയ കാര്യമല്ല എന്നർത്ഥം. ചില റിപ്പോർട്ടിൽ കാണാം എന്നാൽ ഇന്നഹു ലകബീർ, അതാവട്ടെ വലിയതാണ് താനും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടപ്പോൾ അവരത് വലിയതായി കാണുന്നില്ല, എന്നാൽ യഥാർത്ഥത്തിൽ അത് വലിയ കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് നബി തങ്ങൾ അവിടെ അത് പഠിപ്പിച്ചിരിക്കുന്നത്. അമ്മ അഹദുഹുമാ, ഈ രണ്ട് കബറാളികളിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നാമൻ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, അയാൾ മൂത്രത്തിൽ നിന്ന് പരിപൂർണമായും ശുദ്ധിയാവാത്ത മറഞ്ഞു നിൽക്കാത്ത ആളായിരുന്നു ഒന്നാമൻ. വഅമ്മൽ ആഖർ, മറ്റേ ആളാവട്ടെ ഫകാന യംശി ബിൻ നമീമ, അയാൾ നമീമത്തുമായി നടക്കുന്നവരുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ ഹദീസാണ് നിസ്കരിക്കുന്നവൻ ശുദ്ധിയായവനായിരിക്കണം, അവൻ്റെ ശരീരം വൃത്തിയാവണം എന്ന് തെളിവായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഹദീസ് ഇതാണ്. മറ്റൊരുപാട് ഹദീസുകളുണ്ട്, അതിൽ ഒന്നിതാണ്. ഇപ്പം ഇവിടെ അയാൾ ഖബർ ശിക്ഷിക്കപ്പെടാൻ കാരണം എന്താണ്? മൂത്രമൊഴിച്ചാൽ പരിപൂർണമായും ശുദ്ധിയാക്കാത്ത ആളായിരുന്നു. അപ്പം അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ സ്വാഭാവികമായും ആ നജസിൻ്റെ ഒരു അംശം ഉണ്ടാകും. അതാണ് അയാൾ ശിക്ഷിക്കപ്പെടാൻ കാരണമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. വഹാദ ശർതു മുജ്മഉൻ അലൈഹി ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി. വഹാദ ശർതു, ഈ നിബന്ധന മുജ്മഉൻ അലൈഹി, ഇജ്മാ ഉള്ള കാര്യമാണ്. ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിനിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവായി ഇജ്മാ ഉള്ള കാര്യമാകുന്നു ഈ ഒരു ഷർത്ത്. അപ്പോൾ ശരീരം തീർച്ചയായും ശുദ്ധിയായിരിക്കണം എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. സമാനമായ മറ്റു ചില ഹദീസുകളും അത് തെളിവായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നിസ്കരിക്കുന്ന ശരീരം ശുദ്ധിയാവൽ നിബന്ധനയാണ്, ഷർത്താണ് എന്ന് മനസ്സിലായി. ഇനി അൽ ഫസ്ലു താസിർ, 9ാമത്തെ ഉപാധ്യായം. ഇതിലധികം ചർച്ച ആവശ്യമില്ല, ഇത് വ്യക്തമാണ്. പൊതുവെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയമാണ്. വേറെ അധികം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതിൽ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അധികമൊന്നും ചർച്ചയില്ലാത്തത്. 5ാമത്തെ നിബന്ധന ത്വഹാറത്തു സൗബിൽ മുസല്ലി മിനൻ നജാസത്തി. ത്വഹാറത്തു സൗബിൽ മുസല്ലി, നിസ്കരിക്കുന്നതിന് വസ്ത്രവും ശുദ്ധിയാകണം. മിൻ നജാസത്തി, നജസിൽ നിന്ന്. അപ്പോൾ ആളുടെ ശരീരം ശുദ്ധിയാവണം, അതോടൊപ്പം വസ്ത്രവും ശുദ്ധിയാകണം. ശുദ്ധിയില്ലാത്ത നജസുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാവുകയില്ല എന്നർത്ഥം. 1480 യജിബു അലൽ മുസല്ലി, നിസ്കരിക്കുന്നവന് നിർബന്ധമാണ് അൻ തകുന സിയാബുഹു അല്ലത്തി യുസല്ലി ഫീഹാ, അവൻ നിസ്കരിക്കുന്ന വസ്ത്രം ആയിരിക്കണം എന്താവണം? ത്വാഹിറത്തൻ, ശുദ്ധിയുള്ളതായിരിക്കൽ നിർബന്ധമാണ്. വഹാദ മുജ്മഉൻ അലൈഹി, ഇതും ഇജ്മാ ഉള്ള കാര്യമാകുന്നു. അപ്പോൾ പൊതുവെ പണ്ഡിതന്മാർക്ക് ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ്, ഇത് നിർബന്ധമാണ്. തെളിവ് ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ വാക്കാണ് തെളിവ്. വസിയാബക ഫത്വഹിർ, വസിയാബക ഫത്വഹിർ എന്ന് നബിയോട് അല്ലാഹു പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങൾ നീ ശുദ്ധിയാക്കണം. വസിയാബക ഫത്വഹിർ, നിന്റെ വസ്ത്രങ്ങൾ നീ ശുദ്ധിയാക്കണം എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ ഇത് വ്യക്തമാണ്. വസിയാബക ഫത്വഹിർ എന്ന ആയത്തിൽ നിന്ന് വ്യക്തമാണ് വസ്ത്രങ്ങൾ ത്വഹാറത്തുള്ളത് ആയിരിക്കണം എന്നത്. ഇത് നിസ്കാര സമയത്തുള്ള വസ്ത്രമാണ് ഉദ്ദേശമെന്നാണ് ഒരു വിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷമാണ് ഏതും ധരിക്കാം, എന്നാൽ നിസ്കാര സമയത്ത് നിർബന്ധമായും ശുദ്ധിയാക്കണം എന്നാണ്. മാത്രവുമല്ല നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ച പല സംഭവങ്ങളും നിസ്കരിച്ചുകൊണ്ടിരിക്കെ ചെരുപ്പിൻ്റെ താഴെ അഴുക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും നബിതങ്ങൾ ചെരുപ്പ് നിസ്കാരത്തിൽ ഊരിവെക്കുകയും ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തി വെക്കുമ്പോൾ ഇത് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് എന്ന തഫ്സീർ പ്രബലമാണെന്ന് മനസ്സിലാക്കാം. ഇനി 1481 ഇദാ ഹമദൽ മുസല്ലി അൻ നജാസത്ത, ഇദാ ഹമദൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാൾ വഹിച്ചാൽ, അൻ നജാസ, നജസ് വഹിച്ചാൽ, നിസ്കാരത്തിൽ നജസ് വഹിച്ചു എങ്കിൽ എങ്ങനെ? കയ്യഹ്മില മഅഹു ഖിർഖതൻ നജിസതൻ, ഏതുപോലെ? കയ്യഹ്മില മഅഹു, അയാൾ നിസ്കാരത്തെ അയാൾ ചുമന്നു,
ഹിർഖത്തൻ നജിസത്തൻ, ഒരു നജസുള്ള ഒരു തുണിക്കഷ്ണം അയാൾ ചുമന്നു. അത് ഒരു ഉദാഹരണം, ഒരു നജസായ ഒരു വസ്ത്രം അയാളുടെ ശരീരത്തിലുണ്ട്, ആ വസ്ത്രം ചുമന്നുകൊണ്ടാണ് അയാൾ നിസ്കരിച്ചത് എന്നതൊക്കെ പോലെ ഒരാൾ അങ്ങനെ നിസ്കരിച്ചാൽ, ഔ യഹ്മിലു മഅഹു ജിൽദൻ നജിസൻ, അല്ലെങ്കിൽ നജസുള്ള ഒരു തോല് അയാൾ വഹിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ജിൽദ്, മൃഗങ്ങളെ മറ്റൊക്കെ തോലിലാണ് ജിൽദ് എന്ന് പറയാം. അപ്പം അങ്ങനത്തെ ഒരു നജസായ തോല് വഹിച്ചുകൊണ്ടാണ് അയാൾ നിസ്കരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എങ്കിൽ ബത്തലത് സ്വലാത്തുഹു, അവിടെ നിസ്കാരം ബാത്തിലാണ്. ലിഅന്ന ദാലിക ഫീ ഹുക്മി സൗബിൻ നജിസി, കാരണം അതെല്ലാം നജസായ വസ്ത്രത്തിൻ്റെ ഹുക്മിൽ തന്നെയാകുന്നു. അപ്പം വസ്ത്രം ശുദ്ധിയാവാന്ന് പറഞ്ഞാൽ ധരിച്ച വസ്ത്രം മാത്രമല്ല അർത്ഥം. നമ്മൾ ഉടുത്ത തുണി ഉഷാറാണ്, അതിന് മേലെ തുണി എക്സ്ട്രാ തോളിട്ടുണ്ട്, അത് അവിടുത്തെ മറക്കുന്നൊന്നുമല്ല. അപ്പം അതിൽ നജസുണ്ടെന്ന പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അപ്പം ധരിച്ച വസ്ത്രം മാത്രമല്ല, നിസ്കരിക്കുന്നവൻ ചുമന്നുകൊണ്ടിരിക്കുന്ന വസ്ത്രമാവാം, അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്ത്രങ്ങളാവാം, അതൊക്കെ ശുദ്ധിയാവൽ നിർബന്ധമാണ്. നജസും വഹിച്ചുകൊണ്ടാണ് ഇവരുടെ നിസ്കാരമെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. ബത്തലത് സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലാണ്. താഴെ കണ്ടാൽ മജ്മൂ, ഇമാം നവവിയുടെ മജ്മൂ ഷറഹ് മുഅല്ലബിലുണ്ട്, ഷറഹുൽ കബീറിലുണ്ട്, ബഹ്റുർ റായിഖിലുണ്ട്, ഇൻസാഫിലുണ്ട്. എന്നാൽ വഖയ്യദഹു ഫിൽ ബഹ്റി റായിഖി ബിൻ നജാസത്തിൽ മാഇഅ, ബഹ്റുർ റായിഖിൽ പറഞ്ഞു എല്ലാ നജസും ഇത് ബാധകമല്ല, നേരെ മറിച്ച് വലിക്കുന്ന രൂപത്തിലുള്ള നജസാണെങ്കിലാണ് ബാത്തിലാവുക എന്ന് ബഹ്റുർ റായിഖിൽ ഒരു ഉപാധി കൂടി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കും ആ ഉപാധി പറഞ്ഞിട്ടുമില്ല. അപ്പം ഏതാണെങ്കിലും നജസും വഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്. മതി, ഒഴിവാക്കിയാൽ മതി. അപ്പം ചുമക്കണില്ലല്ലോ. അപ്പോൾ ഒഴിവാക്കാം. അതാ മസല വരുന്നുണ്ട്. ഇല്ല, രസം ഉണ്ടാവില്ല. ധരിച്ച തട്ടികൾ മാത്രമേ മണ്ണ് ശുദ്ധമാണ്, മണ്ണ് ശുദ്ധമാണ്. മണ്ണിൽ വലിച്ചേച്ച് പോയതുകൊണ്ട് നേസായി എന്ന് പറയാൻ പറ്റില്ല. മാത്രം സ്ത്രീകളോട് നബി അത് പ്രത്യേകം ആവശ്യപ്പെട്ടതുമാണ്, വസ്ത്രം താഴോട്ടിറക്കാൻ. അത് ഒന്ന് മറ്റൊന്ന് ശുദ്ധിയാക്കും. ഒരു മണ്ണെന്ന് അതായത് നമ്മൾ അയച്ചത് കഴിഞ്ഞാൽ അടുത്ത മണ്ണെന്നത് ശുദ്ധിയായി പോവുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തു. അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അഹങ്കാരം ഇല്ലെങ്കിൽ കയറ്റിയെടുക്കണം, പറ്റില്ല. അതിനതല്ല വഴി. നമ്മൾ വിശദമായി ഇവിടെ ക്ലാസ് വന്നത്. അഹങ്കാരം ഇല്ലെങ്കിൽ തുണി കയറ്റുക, തുണി കയറ്റാൻ പറ്റില്ലെങ്കിൽ അഹങ്കാരം ഉണ്ടെന്നാണ്. അല്ല, അതിനൊരു സോക്സ് ഇടാൻ മതി, അതിന് വേറെ സോക്സ് ഇടുക, ഈ തുണി ഇറക്കിയതല്ല. അപ്പോൾ അഴഹി ഇതുപ്രകാരം, ഏതുപ്രകാരം? നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ് പറഞ്ഞല്ലോ. അതുപ്രകാരം ഫമൻ ഹമല സുജാജത്തൻ ഫീഹാ ബൗലുൻ ഔ ബറാസുൻ ലിത്തഹ്ലീലി ഔ നഹ്വി ദാലിക ഫഇന്ന സ്വലാത്തഹു ലാ തസിഹ്. ഫമൻ ഹമല സുജാജ, ഒരാൾ ഒരു പിന്നെ എന്താ പറയുക ഗ്ലാസ് ചുമന്നുകൊണ്ട് നിസ്കരിക്കുന്നു. ഫീഹാ ബൗലുൻ, അതിൽ മൂത്രമുണ്ട്. ഔ ബറാസുൻ, അല്ലെങ്കിൽ കാട്ടമുണ്ട്. അങ്ങനത്തെ ഒരു ചില്ല് അല്ലെങ്കിൽ ഒരു പിന്നെ പാത്രം ചുമന്നുകൊണ്ട്, കുപ്പി ചുമന്നുകൊണ്ടാണ് ഔ നഹ്വി ദാലിക ഫഇന്ന സ്വലാത്തഹു ലാ തസിഹ്, ആ നിസ്കാരം സ്വഹിയാവുകയില്ല. ലിഅന്നഹു ഹാമിലുൻ ലിന്നജാസ, അതൊരു കുതന്ത്രം, അത് അല്ല ഇവിടെ. ലിഅന്നഹു ഹാമിലുൻ ലിന്നജാസ, കാരണം അവൻ നജസ് വഹിച്ചവനാണ് എന്ന് പറയാം. അല്ല, അത് പറയാം, പക്ഷെ ഇവിടെ അതല്ല. ഇനി ഇദാ ഹമദൽ മുസല്ലി സ്വബിയ്യൻ ഔ ഹയവാനൻ, ഇദാ ഹമദൽ മുസല്ലി, ഒരു നിസ്കരിക്കുന്ന ആൾ ചുമന്നു, സ്വബിയ്യൻ ഒരു കുട്ടിയെ, ഔ ഹയവാനൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയെ, ഒരു പൂച്ചനെടുത്തോട് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു പക്ഷി എടുത്തോട് നിസ്കരിച്ചു, ഒരു കുട്ടി എടുത്തോട് നിസ്കരിച്ചു. വക്കാന ജസദുഹു വസിയാബുഹു, അവൻ്റെ നിസ്കാരമോ അല്ല അവൻ്റെ ശരീരമോ അവൻ്റെ വസ്ത്രമോ ലൈസ അലൈഹ നജാസത്തുൻ,
അതിൽ നജസൊന്നുമില്ല എങ്കിൽ ലം തബ്തുൽ സ്വലാത്തുഹു, അവരുടെ നിസ്കാരം ബാത്തിലാവുകയില്ല. കുട്ടികളെടുത്ത് നിസ്കരിച്ചു അതുകൊണ്ട് മാത്രം നിസ്കാരം ബാത്തിലാവുക. കുട്ടിയുടെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിലോ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. വഹാദ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അബി ഖതാദ അൽ അൻസ്വാരി. അപ്പം കുട്ടികളെ ചുമന്ന് നിസ്കരിക്കാം എന്ന് തെളിവെന്താണ്? ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അൻ അബി ഖതാദ അൽ അൻസ്വാരി, അബു ഖതാദ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമ ബിൻതി സൈനബ് ബിൻതി റസൂലില്ലാഹ്. നബി തങ്ങൾ നിസ്കാരത്തിൽ നബി തങ്ങളുടെ മകൾ സൈനബിന്റെ മകൾ ഉമാമയെ ചുമന്നുകൊണ്ട് നബി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ഖതാദ അൽ അൻസ്വാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു അബുൽ ആസ് ഇബ്നു റബീ ഇബ്നു അബ്ദു ഷംസ്, അബ്ദു ഷംസിന്റെ മകൻ റബീഇന്റെ മകൻ അബുൽ ആസിനെയും ചുമന്നുകൊണ്ട് നബി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫൈദാ സജദ, സുജൂദ് ചെയ്താൽ വദഅഹ, ആ മകളെ ആ കുട്ടിയെ നബി തങ്ങൾ അവിടെ വെക്കും. വൈദാ ഖാമ ഹമലഹ, എഴുന്നേറ്റാലോ നബി തങ്ങൾ വീണ്ടും അതിനെ എടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം കുട്ടികളടുത്ത് നിസ്കരിച്ചു എന്നതുകൊണ്ട് മാത്രം നിസ്കാരം ബാത്തിലാവുകയില്ല. കുട്ടിയുടെ ശരീരത്തിൽ മൂത്രം ഉണ്ടാവൂലേ എന്ന സംശയം വേണ്ട. ഉണ്ടെങ്കിൽ പറ്റൂല, ഉണ്ടെന്ന് ഉറപ്പാണോ എന്നാൽ പറ്റൂല, അല്ലാത്തടത്തോളം കാലം പ്രശ്നമില്ല എന്ന് ഈ സംഭവം നമ്മെ അറിയിക്കുന്നു. പിന്നെ സംശയം, അപ്പം കുട്ടിൻ്റെ ഉള്ളിൽ മൂത്രം കാഷ്ടൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അത് ബാധകമല്ലതാനും. ഒലി അന്ന മാഫി ജൗഫി സ്വബിയി, കുട്ടിയുടെ ഉള്ളിലുള്ള മിൻ നജാസത്തി, നജസുകൾ, അത് മൗജൂദും ഫി മഖരിഹി, അത് അതിൻ്റെതായ സ്ഥാനത്താണുള്ളത്. ഫലാ യദുറു, അത് പ്രശ്നമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കന്നജാസത്തി ഫി ജൗഫിൽ മുസല്ലി, അത് നിസ്കരിക്കുന്ന ആളുടെ ഉള്ളിലുണ്ടല്ലോ, നിസ്കരിക്കുന്നതിൻ്റെ വയറ്റിലും ഉണ്ടാവും മൂത്രം കാഷ്ടമൊക്കെ, അത് പ്രശ്നമില്ല. അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണുള്ളത്. അത് പുറത്തേക്ക് വന്നാലാണ് ഈ ഹുക്മ് അവന് ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളെ ചുമന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ അമ്മ ഇൻകാന അലാ ജസദി ഹാദൽ മഹ്മൂൽ, ഈ ചുമക്കപ്പെട്ട കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ഔ അലാ സിയാബിഹി, അല്ലെ ആ കുട്ടിയുടെ വസ്ത്രത്തിലുണ്ട് നജാസത്തുൻ, എങ്കിൽ ഫൈൻഹാ തബ്തുലു സ്വലാത്തുഹു, ആ നിസ്കാരം ബാത്തിലാകും. ലിഅന്നഹു ഹാമിൽ നജാസത്തി ഹീനഇദിൻ, അപ്പോൾ ആ സമയത്ത് അവൻ നജസ് വഹിച്ചവനാണ് എന്ന് പറയാം. അപ്പം കുട്ടിയുടെ വസ്ത്രം മൂത്രമുള്ള വസ്ത്രമാണ്, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴുകിയിട്ടില്ല, കാട്ടിച്ച് കഴുകിയിട്ടില്ല, എന്നാൽ ആ കുട്ടിയെടുത്ത് നിസ്കരിക്കുക, അത് പറ്റൂല. അതൊന്നുമില്ല എങ്കിൽ ആ കുട്ടിയെടുത്ത് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അത് അടുത്ത മസല. വഅലൈഹി, ഇത് പ്രകാരം ഫഇന്ന മൻ ഹമല തിഫ്ലൻ, ഒരു കുട്ടിയെടുത്തു, അലൈഹി ഹിഫാദ, ഹിഫാദത്തുണ്ട്, വഹിയ അൽ വിഖായ അല്ലത്തി തൂദഉ സബീലൈനി ലിംസാക്കി നജാസത്തി, നജസുകളെ പിടിച്ചു വെക്കാൻ വേണ്ടി മുൻഭാഗത്തും പിൻഭാഗത്തും വെച്ച് കെട്ടുന്ന പമ്പേഴ്സ് പോലുള്ള സംഗതികൾ, പമ്പേഴ്സ് ആവാം, ആ ഹുക്മുകൾ ഏതുമാകാം, നജസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ, അതുള്ള ഒരു കുട്ടി, വക്കാന ഫീ ഹാദിഹിൽ ഹിഫാദത്തി നജാസത്തുൻ, ആ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ഉള്ളിൽ നജസുണ്ടെന്ന് ഉറപ്പാണ്, കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാഷ്ടിച്ചിട്ടുണ്ട് എന്നറിയാം, എങ്കിൽ വഹുവ ആലിമുൻ ബിഹാ, അത് ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം, എങ്കിൽ ലം തസ്വിഹ സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാവുകയില്ല. കുട്ടിയുടെ പമ്പേഴ്സിന് ഉള്ളിൽ മൂത്രമായിട്ടുണ്ട്, കാട്ടം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആ നിസ്കാരം സ്വഹിയല്ല. അതേസമയം പമ്പേഴ്സ് ഇട്ടേ ഉള്ളൂ, മൂത്രമൊഴിക്കാൻ സമയമായിട്ടില്ല, കാട്ടിച്ചിട്ടില്ല, അതിൻ്റെ അടയാളങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല, എങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഉണ്ട് ഒരറിയില്ല, അതിനും പ്രശ്നമില്ല. ഉണ്ടെന്ന് അറിയുമെങ്കിലോ ആ കുട്ടി എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവുകയില്ല. ഇനി മറ്റൊരു മസ്അല 1486, ഇദാ ഹമദൽ മുസല്ലി ഫീ ജൈബിഹി അലബത സജായിർ, പോക്കറ്റിൽ സിഗരറ്റ് പാക്കറ്റ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ ഫഇന്ന ഹംലഹ ലാ യുഫ്സിദു സ്വലാത്തഹു, ഇത് വഹിച്ചു എന്നതുകൊണ്ട് നിസ്കാരം ഫസാദാവുകയില്ല. ലിഅന്ന സജായിറ ലൈസത് നജിസതൻ, സിഗരറ്റ് നജസായി എണ്ണപ്പെടുന്നില്ല. വഇന്നമാ യഹ്റുമു ശുർബുഹ, അത് ഉപയോഗിക്കലോ വലിക്കലോ ഹറാമാണ് താനും.
അതെ, ആവാം. വേറെ മാർഗമില്ലെങ്കിൽ ചെയ്യാം, അനുവാദമുണ്ട്. നബി ചെയ്തത് വന്നിട്ടുണ്ട്. അതെ, അത് വേറെ വഴിയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പള്ളി തുപ്പണം. അപ്പം അവിടെ പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് കൊടുത്ത ഇളവാണത്. പിന്നെ അപ്പം അതാണ് അഞ്ചാമത്തെ നിബന്ധന, നിസ്കരിക്കുന്ന വസ്ത്രം ശുദ്ധിയാവുക. ആറാമത്തെ നിബന്ധന ത്വഹാറത്തുൽ ബുഖഅത്തില്ലത്തി യുസല്ലി അലൈഹാ മിനൻ നജാസ, നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാകണം. മിൻ നജാസത്തി, നജസിൽ നിന്ന്. അപ്പം സ്ഥലം, വസ്ത്രം, ശരീരം, ഇത് മൂന്നും ശുദ്ധിയായെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അവൻ ശുദ്ധിയുണ്ട്, ഇവിടുത്തെ വസ്തു ശുദ്ധിയാണ്, നിസ്കരിച്ച സ്ഥലം ശുദ്ധിയല്ല എങ്കിൽ ആ നിസ്കാരം സ്വഹിയല്ല. 1487 മസ്അല, യജിബു അലൽ മുസല്ലി, നിസ്കരിക്കുന്നവന് വാജിബാണ് അൻ യകൂന മൗദിഉ സ്വലാത്തിഹി ത്വാഹിറ, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവൽ നിബന്ധനയാണ്, നിർബന്ധമാണ്. സവാഅൻ കാന യുസല്ലി അലാ തുറാബിൻ ഔ അലാ സജാദിൻ ഔ അലാ ഫിറാശിൻ ഔ ഗൈരിഹാ, അവൻ നിസ്കരിക്കുന്നത് മണ്ണിലാണെങ്കിലും ശരി, ഈ സജാദ് ഇത്തരം ഈ മുസല്ലകൾ അതിലാണെങ്കിലും ശരി, ഔ അലാ ഫിറാശിൻ വിരിപ്പിലാണെങ്കിലും ശരി, ഔ ഗൈരിഹ അതല്ലാത്ത എന്തിലാണെങ്കിലും നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം. പൊതുസ്ഥലത്ത് പറ്റും, മണ്ണിൽ പറ്റും, പ്രശ്നമില്ല, അത് പ്രശ്നമില്ല, അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അവിടെ നേഴ്സാന്ന് ഉറപ്പുണ്ടെങ്കിൽ പറ്റുമെന്നുള്ളൂ. മറ്റവിടെ പണ്ടാരും മുത്തച്ചിട്ടുണ്ടാവില്ലേ, നായ പോയിട്ടുണ്ടാവില്ലേ, അതൊന്നും നമ്മളെ ഏൽപ്പിച്ച പണിയല്ല. മണ്ണ് മൊത്തം ശുദ്ധിയാണ്. നബി ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ഭൂമി മുഴുവൻ സുജൂദ് ചെയ്യാനും ശുദ്ധീകരിക്കാനും അനുവാദമാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് പ്രശ്നമില്ല, വരുന്നുണ്ട്. വഹാദ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം എന്ന കാര്യം. ലിഖൗലിഹി തആല, തെളിവ് ഖുർആനിലെ വചനമാണ്. വത്വഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്, ഇബ്രാഹിം നബി അല്ലാഹു തആല പറഞ്ഞു, നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അതേപോലെ ത്വാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ എൻ്റെ കഅബയെ, എൻ്റെ ഭവനത്തെ താങ്കൾ ശുദ്ധിയാക്കൂ. ത്വഹിർ ബൈതി, എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കണം എന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു. അപ്പോൾ അവിടെ നിസ്കരിക്കാൻ പറ്റുന്ന ആട് മാത്രം ശുദ്ധിയായാൽ പോരാ, നിസ്കരിക്കുന്ന സ്ഥലം കൂടി ശുദ്ധിയാവണം. ത്വഹിർ ബൈതിയ എന്നാണല്ലോ, എൻ്റെ ഭവനം നീ ശുദ്ധിയാക്കുക. അപ്പം ഇത് മനസ്സിലായി, നിസ്കരിക്കുന്ന സ്ഥലം കൂടി ശുദ്ധിയാകണം എന്ന് മനസ്സിലായി. മാത്രമല്ല നബിയുടെ പള്ളിയിൽ അറാബി മൂത്രയിച്ചപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ഒഴിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ഇദാ കാന മുസല്ലി യുസല്ലി അലാ ശൈഇൻ ത്വാഹിരിൻ, നിസ്കരിക്കുന്ന ആൾ, യുസല്ലി അയാൾ നിസ്കരിക്കുന്നു, അലാ ശൈഇൻ ത്വാഹിരിൻ ശുദ്ധിയുള്ള ഒരു വസ്തുവിന്മേലാണ് അയാൾ നിസ്കരിക്കുന്നത്. വതഹ്ത ഹാദ ത്വാഹിരി, ഈ ശുദ്ധിയുള്ള വസ്തു താഴെയുണ്ട് നജാസത്തുൻ, നജസുണ്ട്. അയാൾ നല്ല വൃത്തിയുള്ള ഒരു വിരിപ്പിട്ട് നിസ്കരിച്ചു, അതിൽ താഴെ മണ്ണിനടിയിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ ആയിട്ട് നജസുണ്ട് എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാണ്. മഅൽ കറാഹത്തി, അത് നിസ്കാരം കറാഹത്താണ്, എന്നാലും നിൽക്കുന്നതിന് അയാൾ നജസുമായി ബന്ധപ്പെടുന്നില്ല എന്ന ന്യായത്താൽ ആ നിസ്കാരം സ്വഹിയാകുമെന്നാണ്. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്നഹു ലം യുബാശിർ അന്നജാസത്ത, കാരണം അയാൾ നജസുമായി നേർക്കുനേരെ സ്പർശിക്കുന്നത്, നേർക്കുനേരെ ബന്ധപ്പെടുന്നില്ല എന്നതിനാൽ അയാൾ പിന്നെ നജസ് പേറിയവനാണ് എന്ന് പറയാൻ കഴിയില്ല. നിസ്കാര സ്ഥലത്ത് നജസ് എന്ന് പറയാൻ കഴിയില്ല. അയാൾ നിസ്കരിക്കുന്ന അയാളുടെ സജാദയിലാണ്, ഒരു മുസല്ല വിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. ആ വിരിപ്പിൽ നജസൊന്നുമില്ല, താഴെ നജസുണ്ട് എങ്കിൽ കറാഹത്തോടു കൂടി നിസ്കാരം സ്വഹിയാകും. പറ്റൂല, പകർച്ചയുള്ളതായി പറ്റൂല, ഇതിലേക്ക് കൂടി അത് പിന്നെ ബാധകമാകും എങ്കിൽ പറ്റൂല. ഇനി 1489, ലാ തസിഹു സ്വലാത്തു, നിസ്കാരം സ്വഹിയാവുക ഇല്ല ഫിൽ ഹദായിഖി, ഹദീഖത്ത്, ഈ തോട്ടങ്ങൾ, ഗാർഡനുകളിൽ,
അതിൽ ബുക്ക് അവിടെയുള്ള ഒരു പ്രദേശത്ത് അലിജി തുസ്ക ബി മിയാഹിൽ മജാരി, മിയാഹുൽ മജാരി വേസ്റ്റ് വാട്ടർ നനക്കാൻ ഉപയോഗിക്കുന്നു. ഇന്നിപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ഫിൽട്ടർ ചെയ്യാതെ തന്നെ വേസ്റ്റ് വാട്ടറുകൾ തന്നെ ചെടി നനക്കാനും അതേപോലെ ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തോട്ടങ്ങളുണ്ടാവും. അല്ലത്തി ഫീഹ റായിഹത്തുൻ നജാസ, ആ വെള്ളത്തിൽ നജസിൻ്റെ സ്മെല്ലുണ്ട്. ഔ ലൗനുഹ, നിറമുണ്ട്. ഔ തുഅമുഹ, അല്ലെങ്കിൽ അതിൻ്റെ രുചിയുണ്ട്. അത്തരം വെള്ളം കൊണ്ട് നനക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലത്ത് നിസ്കരിച്ചാൽ ശരിയാവുകയില്ല. നജസിൻ്റെ നിറമോ മണമോ രുചിയോ ഉള്ള വെള്ളം, ആ വെള്ളം കൊണ്ടാണ് അവിടെയൊക്കെ നനയ്ക്കുന്നത് എങ്കിൽ ആ സ്ഥലത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഫനിൽ ത്വറ ഇലാ ദാലിക, ഇത് ആ സ്ഥലത്ത് നിസ്കരിക്കാൻ അയാൾക്ക് അനിവാര്യമായി വന്നു. അയാൾ അങ്ങനത്തെ സ്ഥലത്തുള്ളത്, വേറെ എവിടെയും പോയി നിസ്കരിക്കാൻ കഴിയില്ല, നിസ്കാരത്തിന് സമയം കഴിയാൻ പോകുന്നു എങ്കിൽ വജബ അലൈഹി, അവന് വാജിബാണ് അൻ യുസല്ലിയ അലാ ഫിറാശിൻ ഔ ഗൈരിഹി, ഒരു വിരിപ്പോ മറ്റോ ഇട്ടുകൊണ്ട് നിസ്കരിക്കുക. യഹൂലു ബൈനഹു വബൈനൽ ബുഖഅത്തി അല്ലതി തുസ്ഖാ ബിമിയാഹിൽ മജാരി അന്നജിസ, നജസായ അശുദ്ധമായ ഇത്തരം വേസ്റ്റ് വാട്ടർ കൊണ്ട് നനച്ച സ്ഥലവും ഇയാളും തമ്മിൽ ഒരു മറയുണ്ടാകാൻ വേണ്ടി വല്ല വിരിപ്പോ മറ്റോ വിരിച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കട്ടെ, മറ്റു മാർഗമില്ലെങ്കിൽ. വേറെ സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി നിസ്കരിക്കാം. എന്നതിൽ സാഹചര്യമില്ല, അയാൾ അങ്ങനത്തെ തോട്ടത്തിനുള്ളിലാണ്, അവിടുന്ന് പുറത്തു പോകാനൊന്നും കഴിയില്ല എങ്കിൽ അയാൾക്ക് അവിടെ നിസ്കരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറ, ഒരു തുണിയോ ഒരു വിരിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പത്രമോ ഒക്കെ വിരിച്ചിട്ട് പോകാൻ നിസ്കരിച്ചോട്ടെ. നെരുക്ക് നേരെ ആ നജസിൽ സ്പർശിക്കാത്ത വിധമാവട്ടെ അവൻ്റെ നിസ്കാരം. മൊത്തത്തിൽ നിസ്കാര സ്ഥലം, നിസ്കരിക്കുന്ന ആളുടെ ശരീരം, അവൻ്റെ വസ്ത്രം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്നാണ്. ഇനി 1490 യുസ്തസ്ന, ഈ പറഞ്ഞക്ക് ഒഴിവാക്കപ്പെടുന്ന ചില സന്ദർഭമുണ്ട്. ഇതാണ് അസ്ലു നിയമം. ഈ നിയമത്തിൽ ഇളവുണ്ടാവും. യുസ്തസ്ന, ഇളവ് നൽകപ്പെടും. മിൻ ഇസ്തിറാത്തി ത്വഹാറത്തി മിൻ നജാസത്തി ഫിൽ ബദനി വസ്സൗബി വൽ ബുഖഅ, സ്ഥലത്ത്, വസ്ത്രത്തിൽ, അതേപോലെ ശരീരത്തിൽ നജസുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. യസീറുൻ നജാസത്തി അൽ മഅഫൂവി അൻഹു, വളരെ ചെറിയ നജസുകളൊക്കെ, അൽ മഅഫൂവി അൻഹു, അഫ്വ് ചെയ്യപ്പെടുന്ന, മാപ്പ് ലഭിക്കപ്പെടുന്ന വളരെ കുറഞ്ഞ നജസ്, അതിനൊക്കെ ഇതിൽ നിന്ന് ഇളവുണ്ട്. കയസിരിദ്ദമി വനഹബിഹി, അല്പം രക്തം അതുപോലെയുള്ളതും. ഒലിക്കുന്ന രക്തമാണ് നജസായിട്ടുള്ളത്, എന്നാൽ ലേശം രക്തത്തിന് മുറിയുമ്പോൾ അല്പം രക്തം പൊട്ടിയിട്ടുണ്ട്, അതങ്ങനെ പൊട്ടിയിൽ നിന്ന് വേറെ ഒഴുകിയിട്ടൊന്നുമില്ല എങ്കിൽ അതോട് നിസ്കരിച്ചു, ആ നിസ്കാരം സ്വഹിയാണ്. എവിടെയെങ്കിലും ഒരാൾ മൂത്രയിച്ചപ്പോൾ തുള്ളി തെറിച്ചിരുന്നു, അത് പിന്നെ എവിടെ നിന്നും അറിയാം, അങ്ങനെ തുള്ളിയാണ് തെറിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു അല്പമൊക്കെയാണെങ്കിൽ അതിനൊക്കെ ഇളവ് നൽകപ്പെടും എന്നാണ്. അത് എല്ലാത്തിലും, ഏത് നജസിലാണെങ്കിലും ചെറിയ ഒരു അല്പമാണെങ്കിൽ അതിനൊക്കെ ഇളവുണ്ട്. നജസിന്റെ അധ്യായത്തിൽ നമ്മൾ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നേരത്തെ ചോദിച്ച മസല, മൻ സല്ല, ഒരാൾ നിസ്കരിച്ചു, വഅലാ ജസദിഹി ഔ സൗബിഹി നജാസത്തുൻ, വസ്ത്രത്തിലോ അയാളുടെ ശരീരത്തിലോ നജസുണ്ട്, പക്ഷേ ലം യകുൻ യഅലമു ബിഹാ, അയാൾ അത് അറിയുന്നില്ല, വസ്ത്രത്തിൽ നജസുണ്ട് എന്ന കാര്യമൊക്കെ അറിയില്ല, അങ്ങനെ നിസ്കരിച്ചു. ഔ സല്ല അലാ ബുഖഅത്തിൻ നജിസത്തിൻ, അല്ലെങ്കിൽ നജസുള്ള സ്ഥലത്ത് നിസ്കരിച്ചു. ഔ ഫിറാഷിൻ നജിസിൻ, അല്ലെങ്കിൽ നജസുള്ള ഒരു വിരിപ്പിൽ നിസ്കരിച്ചു. വലം യകുൻ യഅലമു ബിഹാദിഹി നജാസതി, ഈ നജസൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹീഹാകുന്ന, അയാൾക്ക് അറിയില്ലായിരുന്നു നജസുണ്ടെന്ന് അറിയില്ല, അങ്ങനെ നിസ്കരിച്ചു എങ്കിൽ ആ നിസ്കാരം സ്വഹീഹാണ്. താഴെ നമ്പർ 1 അൽ ഔസത്ത്, അൽ മജ്മൂഅ്, അഷ്റഫുൽ കബീർ, വൽ ഇൻസാഫ്, അൽ മുബ്ദിഅ്, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ ഒരു മസലയാണ്, ഒരു ഹുക്കമാണ് ഇത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വക മാത്രം പറഞ്ഞു പോയതല്ല, അദ്ദേഹത്തിൻ്റെ വകയാണ് ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതല്ല, തൻ്റെ മുൻഗാമികൾ പലരും ഈ ഹുക്കം ഇങ്ങനെ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സൂക്ഷ്മതയാണ്. ഇതിന് വിഷയം പറയുമ്പോൾ സൂക്ഷ്മതയാണ്. ഒരു ഹുക്മ പറയുമ്പോൾ അത് എത്ര ബോധ്യമുണ്ടെങ്കിലും തൻ്റെ മുമ്പ് ആരൊക്കെ പറഞ്ഞു എന്ന് നോക്കുക, അതൊരു സൂക്ഷ്മതയാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കുറിച്ച് കാണാം. അദ്ദേഹം പല മസലയും പറയുമ്പോൾ മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞത് കിട്ടിയില്ല എങ്കിൽ ഏത് മസല പറയുമ്പോഴും അദ്ദേഹം നോക്കും, എനിക്ക് മുമ്പ് ഇത് ആരാണ് പറഞ്ഞത്. ഒരാളും പറഞ്ഞത് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ഈ ഹുക്മ് പറയാറില്ല. അദ്ദേഹം അതിന് കൂടെ പറയും, എനിക്ക് മുമ്പിൽ പറഞ്ഞ ഒരാൾ ഉണ്ടെങ്കിൽ എൻ്റെയും അഭിപ്രായം ഇതാകുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല എന്ന് പറയും. ഒരുപക്ഷെ അദ്ദേഹം അറിയാത്ത ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞത്, എനിക്ക് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് പറയുന്നു, ഇല്ലേ ഞാൻ പറയുന്നില്ല. കാരണം ദീനിൽ ഒരു ഹുക്കം ഇതുവരെയുള്ള ഒരാൾക്കും അറിയാതെ പോയി നമുക്ക് മാത്രം കിട്ടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സൂക്ഷ്മതയാണ്. ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്തു അവർക്കിത് ബോധ്യപ്പെട്ടു, അതാണ് അവരുടെ അഭിപ്രായം എന്ന് വന്നാൽ പോലും അവരൊക്കെ പരിശോധിക്കൽ എനിക്ക് മുമ്പ് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ. ഒരാളും പറയാത്തതാണെങ്കിൽ അത് പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. ഇവരൊക്കെ വലിയ ആലിമീങ്ങളായിട്ട് പോലും അവരാണിത് പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല എന്ന് ഇബ്നു തൈമിയ്യയെ കുറിച്ച് ധാരാളം സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയും. ഇബ്നു തൈമിയ്യ ഡമാസ്കസ്. അപ്പോൾ അറിയാതെ ഒരാൾ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിച്ചു, അല്ലെങ്കിൽ നജസ്സുള്ള സ്ഥലത്ത് നിസ്കരിച്ചു എങ്കിൽ അവൻ നിസ്കാരം സ്വഹീഹാണ്. തെളിവെന്താണ്? ലിമാ സബത്ത, സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ് തെളിവ്. മിൻ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലഅ നഅലൈഹി, തൻ്റെ രണ്ട് ചെരുപ്പ് അഴിച്ചു വെച്ചു, ഫി സ്വലാത്തി, നിസ്കാരത്തിൽ. ലമ്മ അഖ്ബറഹു ജിബ്രീൽ അലൈഹിസ്സലാം അന്ന ബിഹിമാ ഖബസ, ആ ചെരുപ്പിൽ മ്ലേച്ഛതയുണ്ട്, അഴുക്കുണ്ട് എന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിവരം നൽകി. നബി തങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിച്ചു, സ്വഹാബിമാരും ചെരുപ്പിട്ട് നിസ്കരിച്ചു. നബി സാധാരണ ചെരുപ്പിട്ട് നിസ്കരിക്കല്. നബി തങ്ങളുടെ പള്ളിയിൽ ചെരുപ്പിട്ടാണ് നിസ്കരിക്കാറുള്ളത്. ചെരുപ്പിട്ട് നിസ്കരിക്കാൻ നബി പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. നബി തങ്ങൾ പറഞ്ഞ യഹൂദികൾ ചെരുപ്പിട്ട് നിസ്കരിക്കാറില്ല, അവിടെ നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്ന് നബി പ്രത്യേകം പറയുകയും ചെയ്തു. യഹൂദികൾക്ക് ചെരുപ്പിട്ട് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ്. നമുക്ക് അഭിപ്രായം ഇല്ല, അതുകൊണ്ട് അവരോട് എതിരാവുക, ചെരുപ്പിട്ട് നിസ്കരിക്കുക മണതായതുകൊണ്ടാണ്. നമ്മളെ പള്ളിക്കാൻ പറ്റില്ല. ഇവിടെ പാസുരത്തിലുണ്ടെങ്കിൽ പള്ളി വൃത്തികേടാവും. അപ്പോൾ ഇവിടെ ഏതിനെ മുന്തിക്കണം എന്നാണ് ഈ ഹദീസ് ഷർഹ് ചെയ്യുമ്പോൾ. ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ, അദ്ദേഹം ഷർഹുസ്സമാഇൽ മുഹമ്മദിയ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ പള്ളികൾ കാർപ്പറ്റ് പോലെ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ആ നിലക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന പള്ളികളാണെങ്കിൽ അവിടെ പള്ളിയുടെ വൃത്തിയാണ് അയാൾ ഇതിനേക്കാളും മുന്തിക്കേണ്ടത് എന്നാണ്. ഇതൊരു ഭാഗം. പള്ളി വൃത്തിയായി സൂക്ഷിക്കാന്നൊരു മറ്റൊരു ഭാഗം. നബിയുടെ കാലത്ത് ചെരുപ്പിട്ട് കയറിയാലും പള്ളിയുടെ വൃത്തിക്ക് കോട്ടം സംഭവിക്കുന്നില്ല. ഇവിടെ ചെരുപ്പിട്ട് കയറി നിസ്കരിച്ചാൽ ആ സുന്നത്ത് കിട്ടി, പക്ഷെ പള്ളി വൃത്തികേടാക്കുക എന്നത് അവിടെ സംഭവിച്ചു. അപ്പം ഏതിനെ മുന്തിക്കണം? അവിടെ പള്ളിയുടെ വൃത്തിയെ അവൻ മുന്തിക്കണം. അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ ഹദീസ് മാത്രം എടുത്തിട്ട് ഞാൻ നാളെ മുതൽ ചെരുപ്പിട്ടിട്ട് കയറുകയാണ് എന്ന് പറയാൻ പറ്റില്ല. കമ്മിറ്റിക്കാൻ വേണ്ടി ബാക്കി കൂടും, അതായത് മറ്റേ പള്ളി ബൈക്കും ഇവിടെ പറ്റില്ല അറിയും. അപ്പോൾ അതന്നെ ശരി, അതൊന്നും ചെയ്യാൻ പാടില്ല. ആ പള്ളിയുടെ വൃത്തി അവൻ പാലിക്കണം. അതൊന്നുമല്ല ഇങ്ങനത്തെ ഒന്നും വൃത്തിയാക്കിയിട്ട് കാർപ്പറ്റൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ചെരുപ്പിട്ട് കയറാൻ പറ്റിയ പള്ളിയാണ് എങ്കിലും ചെരുപ്പിട്ട് കയറി നിസ്കരിക്കാം. ഗ്രൗണ്ട് നിസ്കരിക്കുമ്പോൾ അടക്കം ചെരുപ്പ് അയച്ചിട്ട് അതിപ്പോൾ കയറുന്ന മനുഷ്യന്മാരുണ്ട്. മൈ നിസ്കരിക്കുമ്പോൾ പറയും ചെരുപ്പ് ഊരിട്ട് ചെരുപ്പം ചവിട്ടി കയറി കയറി. അത് ജൂതന്മാരെ ഒരു ബാക്കി പത്രമാണ്, അത് ശരിയല്ല. അവിടെ ചെരുപ്പിട്ട് നിസ്കരിക്കാമല്ലോ, അവിടെ ഒരു പ്രശ്നമില്ല. പള്ളിക്കൊന്നും അല്ലാതെ ചില ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നല്ല നിസ്കരിക്കണം. ചെരുപ്പ് ഒരു ടൈം കയറിക്കും, അത് വേണ്ട, ചെരുപ്പിട്ടിനെ അവിടെ നിസ്കരിക്കാം. അപ്പം നബി തങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിച്ചു. സ്വഹാബിമാരും സാധാരണ ചെരുപ്പിട്ട് നിസ്കരിക്കാൻ നബിൻ്റെ കൂടെ. നിസ്കാരത്തിനിടയിൽ നബി തങ്ങൾ ചെരുപ്പ് ഊരിച്ചു. അപ്പം നബി ഊരിച്ചപ്പോൾ അത് കണ്ട ബാക്കിൽ മുഅ്മിനീങ്ങൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. സലാം വിട്ടിപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലൊക്കെ ചെരുപ്പ് അഴിച്ചു ചോദിച്ചു. നിങ്ങൾ അയച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ അയച്ചതാണ്. കാരണം പുതിയ വഹയും വന്നോ, ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പാടില്ല ഹുക്കുമുണ്ടായോ അറിയില്ലല്ലോ, വഹയി വന്ന കാതല്ലേ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ചെരുപ്പിനെ താഴെ മാലിന്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് അഴിച്ചു വെച്ചത് എന്ന് നബി തങ്ങൾ ഒരു കാരണം പറഞ്ഞെടുത്തു. അപ്പം ഇവിടെ അതുവരെ നബി നിസ്കരിച്ചത് എങ്ങനെയാണ്? ആ മാലിന്യമുള്ള ചെരുപ്പ് ധരിച്ചുകൊണ്ടാണല്ലോ. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അറിയണത്.
നിസ്കാരം ബാത്തിലാവുമെങ്കിൽ എന്താ ചെയ്യുക? ആ നിസ്കാരം മടക്കി നിസ്കരിക്കും, അത് ഒഴിവാക്കി പിന്നെ നിസ്കരിക്കും. അത് ഉണ്ടായില്ല. നബി ഞങ്ങൾ ചെരുപ്പഴ അഴിച്ചു വെച്ചു. വലം യുഇദി സ്വലാ, നിസ്കാരം മടക്കി നിസ്കരിച്ചതുമില്ല. ഫൈദാലം യബ്തുൽ അവ്വൽ സ്വലാ ഫഇന്നഹു ലാ തബ്തുൽ ബഖിയതുഹാ, നിസ്കാരത്തിന്റെ ആദ്യ ഭാഗം ബാത്തിലായിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയും ബാത്തിലാവുകയില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ എപ്പോഴാണോ അറിഞ്ഞത് അപ്പോൾ ഊരിവെച്ചു, അപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിലോ ഊരിക്കൂല. അപ്പൊ അറിയാതെ അതുവരെ നിസ്കരിച്ച ആ നിസ്കാരം സ്വഹിയാണ് എന്ന് നബി തങ്ങൾ ചെയ്ത് കാണിച്ചെന്നു. അപ്പൊ ആദ്യ ഭാഗം സ്വഹിയാണെങ്കിൽ അവസാനത്തെ ഭാഗവും സ്വഹിയാകും. അതുകൊണ്ട് ആ ഹദീസ് നിന്ന് മനസ്സിലാക്കാം, ചെരുപ്പിട്ട് നിസ്കരിച്ചാൽ ആ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ അറിയാതെയാണെങ്കിൽ ആ നിസ്കാരം സ്വഹിയാണ് എന്ന് ഈ സംഭവത്തിന് മനസ്സിലാവും. അതാണ് ഫുഖാക്കളുടെ അറിവ്. കാരണം ഈ ഹദീസിൽ നിന്ന് അങ്ങനെ ഒരു ഹുക്മ് പെട്ടെന്ന് ഒരാൾ അറിയിക്കുന്നല്ലോ. ഈ ഹദീസിൽ നിന്ന് ഒരു ഹുക്മ് ഇങ്ങനെ കണ്ടെത്താം, അത് ഫുഖാക്കൾ ചെയ്തൊരു ഇജ്തിഹാദ്, അവരുടെ ഒരു ഗവേഷണമാണ്. അതാണ് ഫിഖ് പണ്ഡിതന്മാരുടെ ഒരു തല. ഒരു ഹദീസ് വന്നാൽ ഒരു പല വഴിക്കും ആലോചിക്കും. ആ ഹദീസിന് ഏതെല്ലാം വിഷയത്തിലേക്ക് വെളിച്ചം കിട്ടും, എന്തെല്ലാം ഹുക്മ കണ്ടെത്താൻ കഴിയും എന്നവർ ധാരാളമായി ഗവേഷണം ചെയ്തിട്ട് ഒറ്റ ഹദീസിൽ നിന്ന് തന്നെ ഒരുപാട് മസ്അലകൾ കണ്ടെത്തിയ മഹാന്മാരൊക്കെ ഉണ്ട്. ഇമാം ഷാഫി റഹിമഹുള്ളാഹ് ഒറ്റ രാത്രിയിൽ ഒരു ഹദീസിൽ നിന്ന് 1000 മസ്അല എടുത്തതൊക്കെ പറഞ്ഞത്. ഇമാം അഹ്മദിന്റെ വീട്ടിലേക്ക് ഇമാം ഷാഫി വിരുന്ന് വന്ന ദിവസമായിരുന്നു. ഇമാം അഹ്മദ് ഇമാം ഷാഫിയും തമ്മിൽ ഉസ്താദും ശിഷ്യനുമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹുമാനമായിരുന്നു. ഇമാം ഷാഫിക്ക് ഇമാം അഹ്മദിന് വലിയ ബഹുമാനമാണ്, ഇമാം അഹ്മദ് ഇമാം ഷാഫിയെയും വലിയ ബഹുമാനമാണ്. ഹദീസിൽ ഇമാം അഹ്മദ് ഉസ്താദാണ്. ഇമാം ഷാഫി പറയുമായിരുന്നു, അൻതും അഅ്ലമു ബിൽ ഹദീസ്, നിങ്ങളാണ് ഹദീസ് വിഷയത്തിൽ എന്നെക്കാൾ അറിവുള്ള ആള്. പ്രായം കൊണ്ട് ഇമാം ഷാഫിയാണ് മേലെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇമാം ഷാഫിയാണ് മേലെ. അപ്പം നിങ്ങളാണ് ഹദീസിൽ എന്നെക്കാളും അറിവുള്ള ആള്. വൽറിജാലു മിന്നാ, നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹദീസ് കിട്ടിയാൽ അത് എന്നെ അറിയിക്കണേ എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. ഫിഖ്ഹിൽ ഇമാം ഷാഫിയാണ് ഉസ്താദ് ഇമാം അഹ്മദിനേക്കാൾ. ഇമാം അഹ്മദ് ഫിഖ്ഹിൽ എപ്പോഴും ഇമാം ഷാഫിയിലേക്ക് എപ്പോഴും മടങ്ങാറുള്ളത്. ആ ഇമാം അഹ്മദിന്റെ വീട്ടിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് താമസിക്കാൻ വന്ന സംഭവമുണ്ട്, വിരുന്നുകാരനായിക്കൊണ്ട്. അപ്പം അന്ന് രാത്രിയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 1000 മസ്അല ഒറ്റ ഹദീസിന് അന്ന് രാത്രി ഉറങ്ങാതിരുന്നിട്ട് അദ്ദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് രാവിലെ എണീറ്റിട്ട് ഒന്നുണ്ടാക്കാൻ സുബീസ്കരിച്ചു. അന്നത്തെ പോലെ അറ്റാച്ച് ബാത്റൂമൊന്നും ഇല്ലല്ലോ. ഒന്നുണ്ടാക്കിയാൽ എല്ലാവരും അറിയാലോ. ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ടു ഒന്നും നിർത്തിയില്ല, നേരാണ്ട് സുബീസ്. രാത്രിയാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുമില്ല. അപ്പം പെരക്കാർക്കൊരു മതിപ്പ് കുറഞ്ഞു. കാരണം ബാപ്പ എപ്പോഴും വലിയ മദ്ഹ് പറയും ഇമാം ഷാഫിനെ കുറിച്ച്. അപ്പം അദ്ദേഹം പിന്തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും പെരക്കാരും കുട്ടികളൊക്കെ ഇങ്ങനെ മുതകളടിച്ച് നോക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ എന്തൊക്കെ ഉപരി ചെയ്യണം, എന്താ ഉപരി സ്വഭാവം, എന്താണ് ഉപരി സംസ്കാരം ഒക്കെ ഇങ്ങനെ അവർ പകർത്താൻ നോക്കുകയാണല്ലോ. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഓരോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മൂപ്പര് നല്ല തീറ്റയാണ്, ഭയങ്കര തീറ്റ, കംപ്ലീറ്റ് കുറച്ച് ഫുള്ള് ഇമാം ഷാഫി കഴിച്ചു എന്നാണ്. രാത്രി ഉറങ്ങാൻ പോയി തഹജ്ജുദൊന്നും എണീറ്റ് കണ്ടില്ല. സുബീക്ക് എണീറ്റപ്പോൾ ഒന്നുണ്ടാക്കാതെ പോയി നിസ്കരിക്കുകയും ചെയ്തു. അപ്പം അവർ പറഞ്ഞു വാപ്പാനോട്, അല്ല നിങ്ങളല്ലേ. അപ്പം ഇമാം അഹ്മദിനോട് മക്കൾ പറഞ്ഞു, പിന്നെ നിങ്ങളദ്ദേഹത്തെക്കുറിച്ച് വലിയ മദ്ഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ നിങ്ങളെ പറഞ്ഞു കേട്ടപ്പോഴൊന്നുമല്ല ആള് എന്നൊരു പറഞ്ഞു. കാരണം ഒരു മഹാനായ മനുഷ്യനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഇമാം അഹ്മദ് ഇമാം ഷാഫിയോട് തുറന്ന് പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, അപ്പോൾ ഒരു വ്യക്തത കിട്ടണം, മറ്റത് ഒരു തെറ്റിദ്ധാരണ വന്നാൽ അപ്പോൾ കുറ്റം കിട്ടൂലേ. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ സാധാരണ അധികം ഭക്ഷണം കഴിക്കലില്ല, വളരെ കുറച്ചേ കഴിക്കാറു. പക്ഷേ ഇത് ഇമാം അഹ്മദിൻ്റെ ഭക്ഷണമാണ്, അത് എപ്പോഴും കിട്ടൂല, അത് ഹലാലാണ്, ത്വയ്യിബാണ്, കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് ഉറപ്പുണ്ട്. അവിടെ അത് എൻ്റെ വയറ് നിറച്ചിട്ടുണ്ടാവണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനത് കഴിച്ചത്. ഞാൻ എൻ്റെ സാധാരണ പതിവല്ല അങ്ങനെ ഭക്ഷണം കഴിക്കൽ. രണ്ടാമത് ഞാൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഒരു ഹദീസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ എന്നൊരു ഹദീസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ആ ഹദീസ് ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളും അതിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അപ്പോൾ അതിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കണക്ട് ചെയ്ത് വേറെ ഹദീസ് മനസ്സിലേക്ക് വരും. അപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ അതിലിങ്ങനെ വ്യാപൃതനായിരുന്നു.
ഞാൻ ഉറങ്ങിയിട്ടില്ല. സുബഹി വരെ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ രാത്രി നിസ്കരിച്ചില്ല. കാരണം ഇബാദത്താണോ ഇൽമാണോ വലുത് ആലോചിച്ചപ്പോൾ ഇബാദത്തേക്കാൾ വലുത് ഇൽമാണല്ലോ. അപ്പം ഈ ചർച്ച നിർത്തിവെച്ച് നിസ്കരിക്കാൻ പോകണ്ട, അതിനേക്കാൾ നല്ലത് ഈ ഒരു ചിന്തയിൽ മുഴുകയാണ്. അപ്പം ഞാൻ എങ്ങനെ ആ ചിന്തയിൽ മുഴുകി സുബഹി വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് എൻ്റെ ഒതും മുറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇഷാക്കെടുത്ത ഒതും മുറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഒതു ഉണ്ടായിരിക്കുക പിന്നെ നിങ്ങളെ വീട്ടിലെ വെള്ളം രണ്ടാമത് ഉണ്ടാക്കാൻ വേണ്ടി വേസ്റ്റ് ആക്കുക എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഉദർക്കാൻ പോയി നിസ്കരിച്ചതാണ്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ. എന്നാൽ അതിൽ പറയുന്നത് ആ ഒരു രാത്രി കൊണ്ട് 1000 മസ്അല ആ ഹദീസ് ഇമാം ഷാഫി റഹിമഹുല്ലാ കണ്ടെത്തിയതാണ്. ആ ഹദീസ് 1000 വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഇബ്നു സമീർ റഹിമഹുല്ലാ അത് ശർഹ് ചെയ്തത് അത് ആ ഹദീസ് മാത്രമാവില്ല. ആ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊരു ഹദീസ് അതിന് കണക്ട് ചെയ്ത് ഓർമ്മ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അത് കിട്ടും. അത് മറ്റൊന്നിലേക്ക് വെളിച്ചം വീശും. അപ്പോൾ അത് ആലോചിക്കും അങ്ങനെ ആയിരിക്കാം. ഏതായിരുന്നാലും അവരൊക്കെ ആഴത്തിൽ ഒരു ആയത്ത് ഹദീസ് കിട്ടി അതേക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതിന് ഒരു തെളിവ് കൂടിയാണ് അത്. അപ്പം ഈ ഹദീസ് നബിതങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞ ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. നെസോടുകൂടി നിസ്കരിച്ചാലും അത് അറിയാതെയാണ് എങ്കിൽ ആ നിസ്കാരം സ്വഹിയാണ് എന്നതിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ മൻ അലിമ അല്ല വതുഖാസു നജാസത്തു അല്ലതി അല സൗബി വഫിൽ ബുഖഅതി അല നജാസത്തു അല്ലതി അലൽ ബദനി. ശരീഅത്തുള്ള നജസാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പം നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ വസ്ത്രത്തിലുണ്ടെങ്കിൽ ഒക്കെ സ്വഹിയാവെന്ന് പറഞ്ഞല്ലോ. അതിനിങ്ങനെ തെളിവല്ലോ ഉണ്ടോ? അത് ഇതിലേക്ക് ഖിയാസാക്കാം. കാരണം ഇത് അണിഞ്ഞ ചെരുപ്പിലാണ് ഉണ്ടായത്. അപ്പം എങ്കിൽ വസ്ത്രത്തിലുണ്ടെങ്കിലും അതേ ഹുക്കുമാണ്, നിസ്കരിച്ച സ്ഥലത്തുണ്ടെങ്കിലും അതേ ഹുക്കുമാണ്. അറിയാതെയാണോ ആ നിസ്കാരം സ്വഹിയാവും. എന്നാൽ 1492 മൻ അലിമ ബിവുജൂദി നജാസത്തിൻ നജസുണ്ട് എന്നൊരാൾ അറിഞ്ഞു അലാ സൗബിഹി ഔ ബദനിഹി ശരീഅത്തിലോ വസ്ത്രത്തിലോ നജസുണ്ട് എന്ന് അറിഞ്ഞു. ഔ ഫിൽ ബുഖഅത്തി ലത്തി യുസല്ലി ഫിഹാ അത് നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസുണ്ട് എന്ന് അറിഞ്ഞു. സുമ്മ നസിയഹാ പിന്നത് മറന്നു. ഒരറിയാമായിരുന്നു, പിന്നെ നിസ്കരിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഓർമ്മയൊന്നുമില്ല. അങ്ങനെയാണ്ട് നിസ്കരിച്ചു. ആ നജസ് ഉണ്ടായിരിക്കെ തന്നെ അവൻ നിസ്കരിച്ചു എങ്കിൽ സ്വഹത്ത് സ്വലാത്തുഹു ആ നിസ്കാരം സ്വഹിയാണ്. ലിഅന്ന നിസ്യാന ഉദ്റുൻ കൽ ജഹ്ലി അറിവില്ലായ്മ അവർക്ക് ഉദ്റാണല്ലോ, മതിയായ ന്യായമാണല്ലോ. അതുപോലെ തന്നെ ഉദ്റാണ് മറവി എന്നതും. അതുകൊണ്ട് അറിവില്ലായ്മയ്ക്ക് ഇളവുണ്ടോ, മറവിക്കും ഇളവുണ്ട്. ജഹില് ഒരു ഇളവാണ് എന്ന പോലെ ഇളവാണ് നിസ്യാൻ മറവി എന്നത്. അപ്പോൾ വസ്ത്രത്തിന് നേരത്തെ കുട്ടി മൂത്ത് വെച്ച് ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നൊക്കെ ഇങ്ങനെ മറന്നുപോയി വേറെ ജോലിയൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് വാങ്ങിട്ടപ്പോൾ ഉതിർത്തങ്ങനെ പോയി നിസ്കരിക്കുകയും ചെയ്തു. ഈ വസ്ത്രത്തിന് മൂത്രമുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ ഇല്ല എങ്കിൽ ആ നിസ്കാരം സ്വഹിയാണ്. കാരണം മറവി എന്നത് അവന് ഇളവായി പരിഗണിക്കപ്പെടാം. എന്നാൽ ഇതാ അലിമ ബിൻ നജാസത്തി ഇനിയൊരാൾ നജസ് അറിഞ്ഞു അലാ ബദനിഹി ഔ സൗബിഹി ഔ ബുഖഅത്തി യുസല്ലി അലൈഹാ സ്ഥലത്തോ ശരീഅത്തിലോ വസ്ത്രത്തിലോ നജസ് അവൻ അറിഞ്ഞു. വഹുവ ഫി സ്വലാ അറിഞ്ഞപ്പോഴോ അവൻ നിസ്കാരത്തിലാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കെ അറിഞ്ഞു എങ്കിൽ അസാലഹാ ഫിൽ ഹാൽ ആ സമയത്ത് തന്നെ അത് നീക്കം ചെയ്യണം. നിസ്കരിച്ചു കൊണ്ടിരിക്കെ മനസ്സിലായി കുപ്പായത്തിൻ്റെ തർക്കത്ത് എന്തോരുന്നുണ്ട് എങ്കിൽ അതത് അഴിച്ചിടാൻ പറ്റുമോ അത് അഴിച്ചിടാം. അല്ലെങ്കിൽ നേരത്തെ ഒരു മുണ്ടായിരുന്നു, ആ മുണ്ടുമ്മ ഒരല്പം രക്തമുണ്ട്, അത് ഓർമ്മ ചെയ്യുന്നത് അറിയായിരുന്നു. നിസ്കരിക്കാൻ റുക്കുകാർ പോകുമ്പോഴാണ് ഇത് കണ്ടത്, അപ്പം അതാണ് എടുത്തിട്ടാൽ മതി. എന്നാൽ ബാക്കി വാക്കിമ സ്വലാത്തഹു നിസ്കാരം പൂർത്തിയാക്കണം. ലി ഹദീസ് അബി സഈദിൻ അസ്സാബിഖി നേരത്തെ പറഞ്ഞ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, നബി തങ്ങൾ ചെരുപ്പഴിച്ചു വെച്ചു എന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസാണ് ഇത് നമുക്ക് തെളിവായിട്ടുള്ളത്. അത് പറ്റില്ല, അപ്പയച്ചേക്കാൻ പറ്റില്ല. അപ്പയച്ച സംസ്കാരം പൂർണ്ണമായും ബാത്തിലാവും. നീക്കാൻ പറ്റുമെങ്കിൽ നീക്കാം, ഇല്ലെങ്കിൽ അവിടെ പിന്നെ നിവൃത്തി സംസ്കാരം ബാത്തിലാവും. അറിഞ്ഞുകൊണ്ട് പിന്നെ നജസ് വഹിച്ച് നിസ്കരിക്കാൻ പറ്റില്ല. നിസ്കാരത്തിനിടയിൽ അറിഞ്ഞു എന്താ ഏതാണ് നിസ്കാരം പൂർത്തിയാക്കാൻ പറയാൻ പറ്റില്ല. ഇപ്പം തുണിമിലാണ്, തുണി അയക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ നിസ്കാരം വഴിക്ക് ശുദ്ധിയാക്കിയിട്ട് മറ്റു വസ്ത്രത്തിൽ അവൻ നിസ്കരിക്കണം.
നിസ്കാരം കഴിഞ്ഞിട്ട് അറിഞ്ഞു, പ്രശ്നമില്ല, കാരണം ആ സമയത്ത് അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആവർത്തിച്ച് നിസ്കരിക്കാൻ അവനോട് കൽപ്പനയില്ല. ഇനി തസ്ഹീഹു സ്വലാത്തു, നിസ്കാരം സ്വഹീഹാകും അലൽ അർളി കുല്ലിഹാ, ഭൂമിയിൽ എവിടെയും നിസ്കാരം സ്വഹീഹാകും. വഅലാ കുല്ലി മാ തുംബിതുൽ അർളു, ഭൂമിയിൽ മുളച്ചു വരുന്ന എല്ലാത്തിലും നിസ്കാരം സ്വഹീഹാകും. നിലത്തും പറ്റും, അതേപോലെ പുല്ല്, ചെടികൾ തുടങ്ങി ഭൂമിയിൽ മുളച്ചുണ്ടായി വരുന്ന ഒരു മരം അവിടെ വീണെടുക്കുന്നുണ്ട്, അതിലൊക്കെ നിസ്കരിച്ചാലും ആ നിസ്കാരം സ്വഹീഹാണ്. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാകുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെളിവ് ജുഇഅത ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ, നബി തങ്ങൾ പറഞ്ഞു ഭൂമി എനിക്ക് മസ്ജിദും തുഹൂറുമാക്കപ്പെട്ടിരിക്കുന്നു, സുജൂദ് ചെയ്യാവുന്ന ഇടവും ശുദ്ധീകരിക്കാവുന്നതുമാക്കി എനിക്ക് നിശ്ചയിക്കപ്പെട്ടത്. ഈ ഉമ്മത്തിന് നബി അല്ലാഹു കൊടുത്ത ഇളവിൽപ്പെട്ട ഒന്നാണത്. ഈ ഉമ്മത്തിന് മുൻകാലത്ത് ആർക്കും നൽകപ്പെടാത്ത ചില കാര്യം അള്ളാഹു ഈ ഉമ്മത്തിന് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭൂമിയിൽ എവിടെ നിസ്കരിക്കാം. കഴിഞ്ഞ കാല ഉമ്മത്തുകൾക്ക് പള്ളി വെച്ച് മാത്രമേ നിസ്കാരം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്തതില്ല. ഈ ഉമ്മത്തിനോ ഭൂമിയിൽ എവിടെയും നിസ്കരിക്കുമ്പോൾ റബ്ബ് തന്ന വലിയൊരു ആനുകൂല്യമാണത്. അതുകൊണ്ട് ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഏതൊരു മനുഷ്യനാവട്ടെ, അദ്റകതുഹു സ്വലാ, അവനെ എവിടെ വെച്ചാണോ നിസ്കരിക്കാൻ ആയത്, ഫൽയുസല്ലി, അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ. റവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ ഉദ്ധരിച്ച ഹദീസാകുന്നു ഇത്. അപ്പൊ ഭൂമി പൊതുവെ തുഹൂറാണ്. ഇല്ല, അതൊക്കെ ഇത് ഒഴിവാണ്. പിന്നെ അതൊക്കെ ഇത് ഒഴിവായി വരുന്നുണ്ട്. പൊതുവെ മണ്ണെല്ലാം ശുദ്ധിയാണ്. എന്നാൽ അതിൽ നിന്ന് നജസുള്ളത്, അതേപോലെ മറ്റുള്ള ശിർക്കിന്റെ കേന്ദ്രങ്ങൾ, അതൊക്കെ ഒഴിവാക്കപ്പെടും. അത് ഇതിന് ഒഴിവാക്കപ്പെടുന്നതാണ്. അസുര് പറയുമ്പോൾ ഭൂമി മൊത്തം ശുദ്ധിയുള്ളതാണ്. ക്ഷേത്രം മാത്രമല്ല, ജാറുള്ളടത്ത് പറ്റൂല, കബറിനടുത്ത് പറ്റൂല, ജാറുള്ള പള്ളിക്ക് പറ്റൂല, അതൊക്കെ ഇതിന് ഒഴിവാണ്. അതാണ് അടുത്ത മസ്അല. 495 ലാ തജൂസു സ്വലാ, നിസ്കാരം ജായിസ് ആവുക ഇല്ല ഇൻദൽ ഖുബൂർ, ഖബറുകളുടെ സമീപത്ത് വെച്ച് നിസ്കരിച്ചാൽ അത് അനുവദനീയമല്ല. വലൗ കാനത് ഖലീലതൻ, അത് കുറച്ചാണെങ്കിലും ശരി, കുറേ ഖബറുണ്ടെങ്കിലേ പറ്റായികൊള്ളൂ എന്നില്ല. ഖബറിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല. മയ്യിത്ത് നിസ്കാരം പറ്റും, അല്ലാത്തത് പറ്റില്ല. വല അമാമൽ ഖബരി, ഖബറിന്റെ മുന്നിലും പറ്റില്ല. വല ഖൽഫഹു, അതിന്റെ പിറകിലും പറ്റുകയില്ല. താഴെ കണ്ട മജ്മൂഅ്, മുഗ്നി, ഇഖ്തിയാർ ഇബ്നു തൈമിയ്യ എന്നിവയിലൊക്കെ ഈ മസ്അല വന്നിട്ടുണ്ട്. അപ്പൊ ഖബറുമായി ബന്ധപ്പെട്ടുള്ള നിസ്കാരം അതില്ല, അതൊന്നും പറ്റില്ല. അതൊക്കെ വരുന്നുണ്ട്. വമൻ സല്ലാ ഇൻദഹാ, ഒരാൾ ഖബറിന് അടുത്ത് നിസ്കരിച്ചു, ഔ അമാമൽ ഖബരി, ഖബറിന്റെ മുന്നിൽ നിസ്കരിച്ചു, ഔ ഖൽഫഹു, അതിന് പിന്നിൽ നിസ്കരിച്ചു, ലം തസ്ഹിഹ സ്വലാത്തുഹു, നിസ്കാരം സ്വഹീഹാവുകയില്ല. ലിവുറൂദി അദില്ലത്തിൻ മുതവാത്തിറത്തിൻ ഫിന്നഹി അൻ ഇത്തിഖാദി അമാകിൻ ഖുബൂരി മഹല്ലൻ ലിസ്സലാ. തെളിവെന്താണ്? ലിവുറൂദി അദില്ലത്തിൻ, തെളിവുകൾ വന്നിട്ടുണ്ട്, മുതവാത്തിറത്തിൻ, മുതവാത്തിറായ തെളിവുകൾ, ധാരാളമായ ഹദീസ്, മുതവാത്തിറ സംഘമായി കൈമാറിപ്പോന്ന ധാരാളം സ്ഥലത്തിൽ വന്ന സംഭവങ്ങൾ, അത് മുതവാത്തിർ എന്നറിയാം. അത്തരം തെളിവുകൾ വന്നിട്ടുണ്ട്. ഫിന്നഹി അൻ ഇത്തിഖാദി അമാകിൻ ഖുബൂർ, ഖബറിന്റെ സ്ഥലങ്ങളെ മഹല്ലൻ ലിസ്സലാ, നിസ്കാര സ്ഥലമാക്കുന്നതിനെ വിരോധിക്കുന്ന ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. ചുരുങ്ങിയ പക്ഷം അവൻ്റെയും ഖബറിൻ്റെയും ഇടയിൽ ഒരു മറയെങ്കിലും വേണം എന്നാണ്. ചുമരുണ്ടായി, അത് മറയാണ്. നേരെ ഖബർ മുമ്പിലാണെങ്കിൽ പറ്റുകയില്ല. ഇനി പള്ളിയാണെങ്കിൽ പോലും ചില പണ്ഡിതർ പറഞ്ഞ് ഈ പള്ളി ചുമന് പുറത്ത് ബാർ ചുമരും കൂടി വേണമെന്നല്ലേ പറഞ്ഞവരുണ്ട്. അത് രണ്ടും വേർതിരിക്കാൻ, ഖബറിനെയും ഇതിനെയും വേർതിരിക്കുന്ന മറ്റൊരു ചുമര് കൂടി. നേരെ സുജൂദ് ചെയ്യുമ്പോൾ ഖബറിന് നേരെ വരുന്നോ എങ്കിൽ പറ്റില്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള അഭിപ്രായം. ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രത്യേക ഗ്രന്ഥം എഴുതി, ശർഹു സുദൂർ ബിത്തഹ്രീമി റഫ്ഇൽ ഖുബൂർ, ശർഹു സുദൂർ ബിത്തഹ്രീമി റഫ്ഇൽ ഖുബൂർ, ഖബറുകൾ ഉയർത്താൻ ഹറാമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇമാം അല്ലാമത്തുൽ യമനി ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഗ്രന്ഥം എഴുതി. ഇക്കാലത്ത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ്
അദ്ദേഹം തഹ്ദീറു സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ് എന്ന ഗ്രന്ഥം എഴുതി. ഖബറുകളെ മസ്ജിദുകളാക്കാൻ പാടില്ല. ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസും അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബിദ്ഉൽ ഖുബൂർ എന്ന പേരിൽ ഇമാം സുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ ഒരു വലിയ ഭാഗം ബിദ്ഉൽ ഖുബൂർ, ഖബറുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ എന്നൊരു ഭാഗം തന്നെ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ഫി മുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന കിതാബിൽ വലിയൊരു ഭാഗം ഖബറുമായി ബന്ധപ്പെട്ടുള്ള ബിദ്അത്തുകളാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. അതൊന്നും പറ്റില്ല, ഒക്കെ അതെല്ലാം മസ്ജിദിൽ വരും, ഒക്കെ ഇതിൽ വരുന്നുണ്ട്. വിശദമായ ചർച്ച ഈ വിഷയത്തിലുണ്ട്. ഒമിന്ദാലിക്ക, അപ്പൊ ധാരാളം ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒമിന്ദാലിക്ക, അതിൽപ്പെട്ടതാണ്. ഒരുപാട് ഹദീസ് വന്നു, അതിൽപ്പെട്ട ഒരു ഹദീസ് മാ റവാഹു ജുന്ദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാൽ, ജുന്ദുബ് ഇബ്നു അബ്ദില്ല പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഖബ്ല അൻ യമൂത ബിഖംസിൻ വഹുവ യഖൂൽ, നബി തങ്ങൾ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം നബി മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് ആദ്യകാലത്ത് പറഞ്ഞായിരിക്കും, പിന്നെ നബി അത് മാറ്റിയിട്ടുണ്ടാവും എന്നൊന്നും പറയാൻ ചാൻസ് ഇല്ല. നബി രോഗിയായി കിടക്കുന്ന സമയത്ത് വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, അറിയണേ നിങ്ങളെ മുൻപുണ്ടായിരുന്ന ആളുകൾ കാനു യത്തഖിദുന ഖുബൂർ അംബിയാഹിം വസ്വാലിഹീഹിം മസാജിദ, അവിടെ അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കുമായിരുന്നു. ഇന്നി അൻഹാക്കും അൻ ദാലിക, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു എന്ന് നബി തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ 5 ദിവസം മുമ്പ് സുഖമില്ലാതെ കിടക്കുക, അന്ന് ബോധമില്ലാതെ കിടക്കുന്ന കാലമാണ്. സഫർ 30-നാണ് നബി തങ്ങൾക്ക് രോഗം ആരംഭിച്ചത്. റബീഉൽ 12-നാണ് നബി തങ്ങൾ വഫാത്തായത്. അവസാന ദിവസങ്ങൾ നബി തങ്ങൾക്ക് ശക്തമായ വേദനയും ബോധക്ഷയവും പനിയുമെല്ലാം ഉണ്ടായ ദിവസങ്ങളാണ്. ആ സമയത്ത് നബിയെ സന്ദർശിക്കാൻ വന്നതാണ് ജുന്ദുബ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് നബി തങ്ങൾ പറഞ്ഞു, ഒരു വസിയത്ത് പോലെ പറഞ്ഞാണ്. മറ്റു ചില സ്വഹാബിമാർ പറഞ്ഞു, നബി തങ്ങൾ വഫാത്തിന് 3 ദിവസം മുമ്പ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞവരുണ്ട്. ആയിഷ പറഞ്ഞു, നബി എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. നബി തങ്ങൾ ബോധം കെട്ട് കിടക്കുമ്പോൾ അതിനിടയിൽ നബിക്ക് പെട്ടെന്ന് ബോധം തെളിയുന്നു, പിന്നെയും ബോധം പോകുന്നു, ആ സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. അവസാന ദിവസങ്ങളിൽ ബോധമില്ലാതെ കിടന്നു. നബിയുടെ സമീപത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നബി തങ്ങൾക്ക് ഇടയ്ക്ക് ബോധം വരും. ബോധം വരുമ്പോൾ ഈ പാത്രത്തിൽ കൈമുക്കി ആ നനഞ്ഞ കൈ കൊണ്ട് മുഖം ഇങ്ങനെ നബി തടവും. അതിനിടയ്ക്ക് വീണ്ടും ബോധം നഷ്ടപ്പെടും, പിന്നെയും ബോധം തെളിയും. അപ്പം വീണ്ടും ഈ കൈ ഇങ്ങനെ നനച്ചിട്ട് മുഖത്തിങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അതിനിടയിൽ നബി തങ്ങൾ പറഞ്ഞു, ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്ന അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അപ്പം ആ അവസാന ദിവസങ്ങളിൽ നബി ആവർത്തിച്ചു പറഞ്ഞ ഹദീസാണിത്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, യുഹദ്ദിറു മാ സ്വനഉ, എന്തിനാ ഇപ്പം നബി ഈ സമയത്ത് ഇത് പറഞ്ഞത്? മുൻഗാമികൾ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കുമായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വിരോധിക്കുന്നു എന്ന് നബി അപ്പം പറഞ്ഞ എന്തിനാണ്? നബിൻ്റെ ഖബറുണ്ടാകാൻ പോവുകയാണ്. നബി വഫാത്തായ നബിയുടെ ഖബറിന് ഉണ്ടാകും. അപ്പം അവർ ചെയ്തതുപോലെ എൻ്റെ ഖബറുകൾ ചെയ്യല്ല എന്ന താക്കീതായിരുന്നു നബിതങ്ങൾ ഈ സമയത്തത് പറഞ്ഞത് എന്ന് ആയിഷ പറഞ്ഞു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന് പറഞ്ഞു. അനധികൃത വിഗ്രഹമാക്കരുത് എന്ന് നബിതങ്ങൾ ദുആ ചെയ്തു. എൻ്റെ ഖബർ ഈദാക്കാൻ പാടില്ല, ആഘോഷ സ്ഥലമാക്കാൻ പാടില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞു. സുലൈമാൻ സഖാഫി അതിന് വ്യാഖ്യാനിച്ചത് ഈദാക്കാൻ പാടില്ല, ഈദ് കൊല്ലത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ ഖബറിന് കൊല്ലത്തിൽ വന്നാൽ പോലെ എപ്പോഴും പറ്റുന്നാണ് പറഞ്ഞത്. ഈദാകുമ്പോൾ കൊല്ലത്തിലൊന്നാണല്ലോ. അപ്പം ഈദ് പോലെ ആക്കരുത് എന്നാൽ കൊല്ലത്തിലൊരിക്കൽ വന്നാൽ പോരാ, എപ്പോഴും എൻ്റെ ഖബറിൽ വന്ന് കൂടണം എന്നതുകൊണ്ടാണ് നബി പറഞ്ഞത് എൻ്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത് എന്നാണ്. പിന്നെ ബന്ധമ കാട്ടുക, അതിനിപ്പോൾ നിർവാഹമില്ല. അപ്പം ഏതായിരുന്നാലും ധാരാളം ഹദീസുകൾ ഇവിഷയമായി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ജുന്ദുബ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു പറഞ്ഞ ഈ ഒരു ഹദീസ്. സമാനമായ ഹദീസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖബറിലേക്ക് തിരിഞ്ഞോ ഖബറുമായി ബന്ധപ്പെട്ടോ ഒരു നിസ്കാരം ഇല്ല. അത് ഏത് ഖബറായിക്കോട്ടെ, സ്വാലിഹിൻ്റെ ഖബർ അല്ലാത്ത ഖബറൊന്നുമില്ല, ബർക്കത്തിന് വേണ്ടിയല്ല, അത് വേറെ, അത് കുറച്ചുകൂടി ഗൗരവം കൂടും. അവിടെ പോയി നിസ്കരിച്ചാൽ ബർക്കത്തിട്ടു, അവിടെ പോയി സുജൂദ് ചെയ്താൽ ബർക്കത്തുണ്ടെങ്കിൽ അത് വകുപ്പ് മാറി. അതൊന്നും അല്ലാതെ തന്നെ ഒരു ഖബറിലേക്ക് തിരിഞ്ഞോ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരം പാടില്ല. അത് വിലക്കപ്പെട്ട കാര്യമാകുന്നു. വല്ലാഹു അഅലം. അതിൻ്റെ വിശദമായ ചർച്ചകൾ ഇനിയുള്ള ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് അത് പൂർത്തീകരിക്കാം. ഏതായിരുന്നാലും
പറയുന്ന മസലകൾ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് അനിവാര്യമായും പ്രാവർത്തികമാക്കേണ്ടുന്ന വിഷയങ്ങളാണ്. അതൊക്കെ കഴിവനുസരിച്ച് അമൽ ചെയ്യാൻ നമ്മൾക്ക് പരിശ്രമിക്കുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.